everyone, it's me Sadra Charles from Poothurans. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും കലങ്കാരിയുടെ ഒരു റണ്ണിംഗ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കലങ്കാരി ഫാബ്രിക്കിന്റെ ഇതിന്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഇതിന്റെ വന്നിരുന്ന ആ ഒരു ചേഞ്ച് ഒക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നതിൽ തന്നെ 60s by 60s ആയിട്ടുള്ള കലങ്കാരിയിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതും ത്രെഡ് കൗണ്ട് ആണ് കേട്ടോ ഈ 60s by 60s എന്ന് പറയുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കലങ്കാരിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് 60s by 60സിലുള്ള കലങ്കാരി കോട്ടൺ കൊണ്ടുവന്നിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് എടുത്തതൊക്കെ 40s by 40s ആയിട്ടുള്ളതായിരുന്നു. ഫസ്റ്റ് ടൈമാണ് 60സിലുള്ള കലങ്കാരി കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് സോഫ്റ്റ് ആണ്. 40സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പരിവരിപ്പ് കുറവാണ്. അതുപോലെ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 139 rupees പെർ മീറ്ററിലാണ്. 40സിന് വന്നിരുന്നത് 159 ആണ്. അതിന്റെ റീസൺ ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നാണ് അന്നൊക്കെ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തുവാനോ അവരുടെ കയ്യിൽ നിന്ന് എടുക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രൈസ് വേരിയേഷൻ നമ്മൾ റീറ്റെയിലിന്റെ ഒരു പ്രൈസിലും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 139 rupees പെർ മീറ്ററിലാണ്. അപ്പൊ എല്ലാം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ്. വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഹോട്ട് സീസൺ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ പ്യുവർ കോട്ടണിലായിട്ടുള്ള ഫാബ്രിക്സ് ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഔട്ട് ആവുന്ന സമയം എല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പോകാറില്ല. അതുകൊണ്ട് ഒത്തിരി ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. വേറെ ഒന്നിനും അല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 60s by 60s ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് 60സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോഫ്റ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണിത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഒരു ബ്രൗണും ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള കളറാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കളറിനോട് മാച്ച് ചെയ്യാവുന്ന ഒരു കളറാണ്. ലൈറ്റ് ടോൺ ആണ് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ കലങ്കാരി വീഡിയോയും ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കലങ്കാരിയുടെ ഫസ്റ്റ് ബാച്ചിൽ വന്നിരുന്നതിലുള്ള ഒരു ഡിസൈനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. 60s by 60s ആയിട്ടുള്ള കോട്ടണിലുള്ള കലങ്കാരി റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള കളറിലാണ്. ഇത് വന്നിരിക്കുന്നതും ആ 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ്. 139 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പെർ മീറ്റർ 139 rupees ആണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ഇനി നമുക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ലൈറ്റ് ടോണിലുള്ളതാണ് കാണിച്ചു തരാം. ₹139 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള കളറിൽ വന്നിട്ടുള്ള പേസ്ലി പ്രിന്റിലുള്ള കലങ്കാരി ഫാബ്രിക് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ആ ഒരു പരിവരിപ്പ് കുറച്ച് കുറവാണ് ഈ ഒരു 60സിലേക്ക് പോയപ്പോൾ. ഇനി നമ്മൾ കാണുന്നത് റെഡ് കളറിലുള്ള കലങ്കാരി കോട്ടൺ ആണ്. *60s by 60s ആയിട്ടുള്ള കലങ്കാരിയിൽ 139 rupees പെർ മീറ്ററിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയും വന്നിരിക്കുന്ന ഒരു പേസ്ലിയിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ലൈറ്റ് ഗ്രീനിൽ തന്നെ ഓറഞ്ചും അതുപോലെ ബ്ലൂവും കളറിലുള്ള പേസ്ലി പ്രിന്റ്സ് ആണ് പോയിരിക്കുന്നത്. പിന്നെയും വന്നിരിക്കുന്നത് പേസ്ലി പ്രിന്റിൽ തന്നെയാണ്. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. എല്ലാം പേസ്റ്റൽ ഗ്രീനിന്റെ ഡാർക്ക് ലൈറ്റുമായിട്ടുള്ള ടോൺസ് ആണ് പോയിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഒരു ബ്ലൂവും പിങ്കും ആയിട്ടുള്ള പ്രിന്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 139 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലാണ്. ബ്രിക്ക് റെഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. വന്നിരിക്കുന്നത്
139 റുപ്പീസാണ്. 60s/60s ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ് നമ്മൾ കാണുന്നത്. ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു മെറൂൺ കളറിലുള്ളതാണ്. 139 റുപ്പീസ് പെർ മീറ്ററിലാണ്. കലങ്കാരി കോട്ടൺ തന്നെയാണ്. ഇനി സമ്മർ സീസൺ ഒക്കെ വരുമ്പോൾ പിന്നെയും പറയുന്നത് നമുക്ക് അത്രയും കംഫർട്ടായിട്ട് ഈ ഫാബ്രിക് വെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മസ്റ്റാർഡ് യെല്ലോയുടെ തന്നെ ലൈറ്റ് ടോണിലുള്ളതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് റെഡ് കളറിലുള്ളതാണ്. ചില്ലി റെഡ് എന്നൊക്കെ പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ലീവ്സിന്റെ പ്രിന്റാണ് പോയിട്ടുള്ളത്. 139 റുപ്പീസ് പെർ മീറ്ററാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെയും പിങ്കും അതുപോലെ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെയും വന്നിരിക്കുന്നത് ഒരു പേസ്ലി പ്രിന്റിലാണ്. പിന്നെയും വന്നിരിക്കുന്നു മസ്റ്റാർഡ് യെല്ലോയുടെ തന്നെ ലൈറ്റ് ടോണിൽ ഫ്ലോറൽ പ്രിന്റിൽ തന്നെ. ഇതേ ഒരു പ്രിന്റ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. വേറെ ഏതൊരു കളറിലായിരുന്നു. കളർ ഞാൻ വിട്ടുപോയി. സെയിം പ്രിന്റ് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കണ്ടതിൽ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു റെഡ് കളറിൽ തന്നെ വന്നിട്ടുള്ള 60s/60s ആയിട്ടുള്ള കലങ്കാരി കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചും ബ്ലൂ ഒക്കെ കൂടെയുള്ള ഒരു പ്രിന്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമ്മൾ ഇന്ന് കണ്ടത് 60s/60s ആയിട്ടുള്ള കലങ്കാരി കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് 139 റുപ്പീസ് പെർ മീറ്ററിലാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ടാവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്.
വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ, അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.